ഇങ്ങനെ നോക്കിയിരിക്കും. ആ നോട്ടം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയാലോ വീട്ടിൽ ചെന്നാൽ സ്വസ്ഥത കിട്ടാറില്ല, സമാധാനം കിട്ടാറില്ല. അങ്ങനെ വീണ്ടും ചുറ്റുപാടും ഒക്കെ ആയിട്ട് വീണ്ടും ദുനിയാവിലേക്ക് നമ്മൾ തിരിയും. ആ തിരിയുന്ന നേരത്ത് തിരിച്ചു വീണ്ടും നബിയുടെ മുമ്പിൽ എന്നിട്ട് അവിടെ തന്നെ നോക്കി. ഒരിക്കൽ പറഞ്ഞില്ല സ്വഹാബത്ത് നബിയോട്, നബിയെ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആണ്ടുവിട ഞങ്ങളുടെ മനസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാറില്ല. എപ്പോഴും അങ്ങയിലേക്ക് തന്നെ നിൽക്കും, അള്ളാഹുവിലേക്ക് തന്നെ നിൽക്കും. ഒരടിമയുടെ മനസ്സിന്റെ സമർപ്പിതം എന്താണോ അങ്ങനെ തന്നെയാണ് നമ്മളെ മാനസികാവസ്ഥ. പക്ഷെ അങ്ങയിൽ നിന്ന് മാറി പോകുമ്പോ ഞങ്ങളെ മനസ്സ് മറ്റു ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ പെടും. അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞ സ്വഹാബ, എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ നിലകൊള്ളുന്നത് അതേ അവസ്ഥയിൽ തന്നെ നിങ്ങൾ ആയുസ് മുഴുവനും കൊണ്ടുപോകുമെങ്കിൽ ആകാശ ലോകത്തുള്ള മാലാഖമാര് മുഴുവനും ഭൂമിയിലേക്ക് പറന്നിറങ്ങും. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. അതാണ് മനസ്സിന്റെ യോഗ്യത, അതാണ് മനുഷ്യന്റെ യോഗ്യത. സയ്യിദുനാ റസൂലുള്ളാഹി. കിട്ടൂല അവസ്ഥ കിട്ടൂല. സ്വഹാബത്തിന് തന്നെ അത് കിട്ടല് നബിയുടെ മുമ്പിൽ എത്തുമ്പോഴാ, അല്ലാതെ കിട്ടൽ വളരെ കുറവാ. എന്താവട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പിന്നെ ആ ഭാഗം തന്നെ ചിന്തിക്കാനില്ലാത്ത വിധം അകലത്തില. അങ്ങനെ ഞങ്ങളെല്ലാവരും നബിത്തങ്ങളെ തന്നെ ശ്രദ്ധിച്ചിരിക്കെ പെട്ടെന്ന് അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മുഖഭാവത്തിന്റെ വ്യത്യാസം വന്നു. ഇത് അല്ലാഹുവിന്റെ മുത്തുനബി ചിരിക്കാൻ തുടങ്ങി. എന്തോ ഒരു കാര്യം അറിഞ്ഞതിന്റെ പ്രതിഫലനം പോലെ അല്ലാഹുവിന്റെ മുത്തുനബി ചിരിക്കാൻ തുടങ്ങി. അവിടത്തെ വശ്യതയുള്ള സൗരഭ്യമുള്ള മുൻപല്ല് വെളിവായി ആ ചിരിയില്. ശ്രദ്ധാലുക്കളായ സൂക്ഷ്മാലുക്കളായ സ്വഹാബത്തിന് മനസ്സിലായി എന്തോ ഒരു വ്യത്യസ്തത ഇപ്പൊ നടന്നു. പക്ഷെ ചോദിക്കാൻ ആരും തയ്യാറില്ല. അതാണ് അതം, അതാണ് മര്യാദ. അവരെല്ലാവരും മിണ്ടാതെ അങ്ങനെ തന്നെയായിരുന്നു. ചില കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ, എല്ലാ കാര്യവും ഉസ്താദന്മാരോട് ചോദിക്കാൻ നമ്മൾ മനസ്സിനകത്ത് തോന്നും, കേട്ടാപ്പോ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ മറക്കാറുണ്ട്. ഉസ്താദന്മാർ വീണ്ടും നിർബന്ധം പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ മടിക്കും. കൂടുതൽ അടുക്കും തോറും നമുക്ക് ആ മടി കൂടിക്കൊണ്ടിരിക്കും. ഭയം, ഒരു അതബ് ഇങ്ങനെ കേറിയിട്ട് വരുന്ന, ബഹുമാനം കൂടിയിട്ട് വരുന്ന ഒരു ഭയം. സ്വഹാബത്ത് ചോദിച്ചില്ല, അവർക്ക് വ്യക്തമായി. ആകെ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഏറ്റവും അധികം സന്നദ്ധർ രണ്ടുപേരേ ഉള്ളൂ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവിന്റെ മുത്തനബി സദസ്സ് നോക്കി ക്ലാസ് എടുക്കുമ്പോഴും ഇവരെ രണ്ടുപേരെ മുഖത്തെ നോക്കൂ. കാരണം ബാക്കിയുള്ളവർ നബിത്തങ്ങളുടെ മുഖം നോട്ടം ആ സ്വഹാബിമാരുടെ നോട്ടവുമായിട്ട് നേരിട്ട് വന്നാൽ അവർ കണ്ണു താഴ്ത്തിക്കളയും സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇവരെ നോക്കിയിട്ടേ നബി മിക്കവാറും സംസാരിക്കാറുള്ളൂ. ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രം സദസ്സിൽ നിന്നെഴുന്നേറ്റ് എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ യുദ്ഹികു, അങ്ങയെ എന്താണ് ചിരിപ്പിച്ചത്? അങ്ങ് ചിരിക്കാനുള്ള കാരണം എന്താ? ഇപ്പൊ ചിരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ ഇല്ല, എന്നിട്ടും അങ്ങ് ചിരിച്ചു. ചിരിക്കാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ മുത്തനബി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുത്ത സ്വഹാബ, റജുലാനി മിൻ ഉമ്മത്തി ഹദയാ ബൈന യദൈ റബ്ബിൽ ഇസ്സ, പടച്ച റബ്ബിന്റെ നാളത്തെ മഹ്ശറയിൽ ഭീകരമായ, ഭീതിതമായ, ഭീഭത്സകരമായ അവസ്ഥ. ആ അവസ്ഥക്കിടയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് രണ്ടടിമകൾ വിചാരണ നേരിടുന്നുണ്ട്. ആ രണ്ടടിമകൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് തർക്കിക്കുന്നുണ്ട്. അതിൽ ഒരാള് റബ്ബിനോട് മറ്റേ ആളിനെ കുറിച്ച് പറയുന്നുണ്ട്, പടച്ചവനെ ഖുദ്ലി മദ്ലബതി മിൻ അഖി, എന്റെ ഈ സഹോദരൻ, രണ്ടുപേരും മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വിളിയും സംബോധിതവും അങ്ങനെയാണ് പ്രയോഗം. എന്റെ ഈ സഹോദരനിൽ നിന്ന് ഞാൻ ദുനിയാവിൽ വെച്ച് അനുഭവിച്ചതിന് പകരം അവനിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചതാ റബ്ബേ. പറയും, എല്ലാവരും ഉണ്ടല്ലോ, ദുൽമ ചെയ്തവനും ആക്രമിച്ചവനും എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പൊ എന്റെ ഈ സഹോദരനിൽ നിന്നിട്ട് ഞാൻ കുറച്ച് വേദനകൾ ഭൂമിയിൽ അനുഭവിച്ചു. ചിലപ്പോൾ അയൽക്കാരനാകാം, ചിലപ്പോൾ ബന്ധുവാകാം, ചിലപ്പോൾ കൂട്ടുകാരനാകാം. പല വിധത്തിലും പല രീതിയിലും ഉണ്ടല്ലോ വേദനകൾ. പൈസ പറ്റിച്ചതല്ല, ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ കിട്ടേണ്ട അവകാശങ്ങള് കിട്ടാതെ പോയതാകാം, കൊടുക്കാത്തതാകാം, എന്തോ ആവട്ടെ, നാളെ റബ്ബിന്റെ മുമ്പിൽ വെച്ച് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെയും റബ്ബിന്റെ സ്നേഹമാ മുത്തുനബി മനസ്സിലാക്കി തരുന്നു. രണ്ടുപേരും അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് തർക്കിച്ചുകൊണ്ട് ഒരാളെ മറ്റൊരാളെ സംബന്ധിച്ച് പറയുന്നു, പടച്ചവനെ, ഈ എന്റെ സഹോദരൻ നിന്നിട്ട് അവൻ ദുനിയാവിൽ വെച്ച് എന്നെ വേദനിപ്പിച്ച, അല്ലെങ്കിൽ എന്റെ അവകാശത്തെ തടഞ്ഞു നിർത്തിയതിന് പകരമായി ഇവിടെ വെച്ച് എനിക്ക് പിടിച്ചു വാങ്ങിച്ചതാണ്, പ്രതിഫലം വാങ്ങിച്ചു. ഉടനെ അല്ലാഹു തആല മറ്റൊരാളോട് പറയും, ശരിയാണോ അവൻ പറയുന്നത്? അതുകൊണ്ട്
അവന് അവകാശപ്പെട്ട വിഹിതം അവനെ നീ ആക്രമിച്ചതിന്റെ പകരം ഇപ്പൊ കൊടുത്തേക്ക്, അവന് കൊടുക്ക്, നിന്റെ അമലിൽ നിന്ന് കൊടുത്തേക്കാൻ പറയും. ഉടനെ മറ്റേ ആള് റബ്ബിനോട് വിഷമത്തോടെ സങ്കടത്തോടെ പ്രയാസപ്പെട്ട് വേദനിച്ച് വിറങ്ങലിച്ചുകൊണ്ട് റബ്ബിനോട് പറയും, യാ റബ്ബി ലം യബ്ഖ മിൻ ഹസനാതി ശൈആ. കുറെ നന്മകൾ ഉണ്ടായിരുന്നു കയ്യിൽ, പക്ഷേ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്നു. പക്ഷേ എന്റെ നാവ് കൊണ്ട് അസഭ്യം പറഞ്ഞവരും ഞാൻ പച്ചയിറച്ചി ലീപത്താക്കി തിന്നവരുമൊക്കെ ആ അമലുകളൊക്കെ കൊണ്ടുപോയി അവരെയൊക്കെ ആക്രമിച്ചതിന്റെ കഥ പറഞ്ഞിട്ട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് അവരുടെ വിഹിതങ്ങൾ മുഴുവനും ഇവിടെ വെച്ച് എന്നിൽ നിന്ന് കൊണ്ടുപോയ തമ്പുരാനെ, ഇനി എന്റെ കയ്യിൽ ഒരു അമലുമില്ല. ഇവിടെ പൈസ സ്വീകരിക്കപ്പെടില്ല, ഇവിടെ മുതൽ സ്വീകരിക്കപ്പെടില്ല, ഇവിടെ അമലുകളല്ലേ സ്വീകരിക്കപ്പെടുന്നത്. എന്റെ കയ്യിൽ ഒരു അമലുമില്ലേ അല്ലാ. വളരെ വിഷമത്തോടെ ദയനീയതയോടുകൂടി പാവപ്പെട്ടവൻ റബ്ബിനോട് പറയുന്നു. ഉടനെ അല്ലാഹു മറ്റൊരാളെ ശ്രമിക്കും. ഇതൊക്കെ നാളെ മഹ്ശറയിൽ നടക്കും സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹു തആല ആ ആളിനോട് പറയും, ഈ കൊല ചെയ്ത ആളിനോട് പറയും, കൈഫ തസ്നഉ വലം യബ്ഖ മിൻ ഹസനാതി. നീ എന്താ ചെയ്യാ? ഇനി എന്താ നിനക്ക് വേണ്ടത് പറയും. അയാളുടെ കയ്യിൽ നന്മകളൊന്നുമില്ല നിനക്ക് തരാൻ. അവന്റെ കയ്യിലുള്ള നന്മകളൊക്കെ തീർന്നു. അവനാകെ വിറച്ചു നിൽക്കെ, പേടിച്ചു നിൽക്കെ. ഇനി എന്താണ് നിനക്ക് കിട്ടേണ്ട വിഹിതം? എന്താ ഞാൻ ചെയ്യേണ്ടത്? ഉടനെ ഈ ത്വാലിബ് റബ്ബിനോട് പറയും, അല്ലാഹ് യാ റബ്ബി യതഹമ്മലു അന്നി മിൻ ഔസാരി. പടച്ചവനെ, അവന്റെ കയ്യിൽ നന്മകളില്ലെങ്കിൽ ഞാൻ ചെയ്തു കൂട്ടിയ കുറെ തെറ്റുകളുണ്ടല്ലോ, കുറെ കുറ്റങ്ങളുണ്ടല്ലോ, കുറെ പാപങ്ങളുണ്ടല്ലോ. ഈ പാപങ്ങളിൽ നിന്ന് അവൻ എന്നെ ആക്രമിച്ച അതേ വിഹിതം എടുത്തിട്ട് അവന്റെ പിരടിയിലേക്ക് തീക്കുകൂട് പടച്ചവരെ, അവന്റെ പിരടിയിലേക്ക് തൂക്കിയിട്ട് കൊടുക്ക് പടച്ചവരെ. അവൻ പേരണ്ടാതെ ഞാൻ ചെയ്തു കൂട്ടിയ പാപക്കറകൾ അവൻ പേരണം. അല്ലാഹുവിന്റെ മുത്തുനബി ഒരു അവസ്ഥ പറഞ്ഞിട്ട് നാളെ മഹ്ശറയിലെ പാപക്കറകൾ മറ്റൊരുവന്റെ പിരടിയിൽ തൂക്കപ്പെടുന്ന ഗതികെട്ട അവസ്ഥ പറഞ്ഞതിന് ശേഷം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയേ, പെട്ടെന്ന് അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മുഖം വിവർണമാകുന്നു. ഫഫാദത്ത് ഐനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബുക്കാ. ലോകത്തിന്റെ നേതാവ് കരയുമ്പോ അവിടുത്തെ പരിശുദ്ധമായ കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊഴുകുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരിൽ ചാലിച്ചെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മുത്തുനബി പറയുകയാ, ഇന്ന ദാലികൽ യൗമുൻ അദീം. അതൊരു വല്ലാത്ത ദിവസമാണ് സ്വഹാബ, അതൊരു ഭീകര ദിവസമാണ് സ്വഹാബ, അത് നിർഭയത്വത്തിന്റെ ദിവസമല്ല സ്വഹാബ. എന്റെ ഭാരം, ഞാൻ ചെയ്ത പാപത്തിന്റെ ചുവടുകൾ, ആ പാപഭാരം മറ്റാരെങ്കിലും ഒന്ന് ചുമന്നിരുന്നെങ്കിലെന്ന്, ഞാൻ ചെയ്തു കൂട്ടിയ അപരാധത്തിന്റെ പാട്ടച്ചുവടുകൾ മറ്റൊരാൾ ചുമന്നിരുന്നെങ്കിലെന്ന് മനുഷ്യന്മാര് മുഴുവനും ആഗ്രഹിച്ചു പോകുന്ന ഏറ്റവും ഭീകരമായ ദിവസമാണ് സ്വഹാബ. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുത്തുനബി കരയുന്നു. നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിന്റെ മുത്തുനബി വീണ്ടും വിവരിച്ചു കൊടുത്തു ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരമായി. പെട്ടെന്ന് ആ വിചാരണയുടെ സന്നിഗ്ധ ഘട്ടത്തിൽ നിന്ന് രണ്ടുപേരുടെയും തർക്കം തീർന്നില്ല. അങ്ങനെ നിൽക്കെ ഇയാളെ തിന്മകൾ മറ്റൊരാളിന് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ട് സ്വർഗത്തിന്റെ ഒരു ഭാഗം കാണിക്കാൻ ആവശ്യം. അങ്ങനെ സ്വർഗത്തിന്റെ ഒരു ഭാഗം ഈ ത്വാലിബിന് കാണിച്ചു, ഈ പരാതിക്കാരന് കാണിച്ചു. അപ്പൊ ആ പരാതിക്കാരൻ സ്വർഗത്തിന്റെ ഭാഗം കാണും. വലിയ പർദീസകളാകുന്ന സ്വർണ്ണത്താൽ അലങ്കരിക്കപ്പെട്ട, വെള്ളിയാൽ അലങ്കരിക്കപ്പെട്ട വലിയ വലിയ നഗരങ്ങൾ അയാൾ നേരിട്ട് കാണേ. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം സ്വർഗത്തിന്റെ മറ നീക്കി കൊടുക്കുക. അങ്ങനെ അയാൾ ആ നഗ്നമായ ആത്മാവിന്റെ കണ്ണിലൂടെ കാണേ സ്വർഗത്തെ. സ്വർഗങ്ങളെ കാണുമ്പോ നല്ല വെള്ളിയാൽ നിർമ്മിക്കപ്പെട്ട വലിയ വലിയ നഗരങ്ങൾ. ആ നഗരങ്ങളിലായി നല്ല വർണ്ണാഭമായ മുത്തുകളെ കൊണ്ടും ഗോമേതകങ്ങൾ കൊണ്ടും മറ്റു അലങ്കാര വസ്തുക്കൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ട തരത്തിലുള്ള വലിയ ഫ്ലാറ്റുകൾ, വലിയ കോംപ്ലക്സുകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ വലിയ വെണ്ണ കൊട്ടാരങ്ങൾ, വലിയ മണിമാളികകൾ ഒക്കെ കാണാം. ഇത് കാണുമ്പോ റബ്ബിന്റെ സ്നേഹം ഇവിടെയാണ്.
ഇത് കാണുമ്പോ ഈ അടിമ ആർത്തി പിടിക്കും. എന്നിട്ട് അത്ഭുതത്തോടു കൂടി റബ്ബിനോട് ആശ്ചര്യത്തോടെ പറയും, ഓ, ഇത് ഏത് നബിക്കാ പടച്ചവൻ എന്നെ ഉണ്ടാക്കി വെച്ചു? നബിക്ക് ഇത് കിട്ടാൻ സാധ്യത. വീണ്ടും പറയും, ഇത് ഏത് സിദ്ദീഖിനാണ് നീ പടച്ചു വെച്ചത് തമ്പുരാനെ? ഏത് ഷഹീദിനാണ് നീ പടച്ചു വെച്ചത്? അവരാണ് VIP. ഈ അഞ്ചി പോകുന്ന സ്വർഗത്തിന്റെ ഈ അലങ്കാരങ്ങൾ കാണുമ്പോൾ ഇതിന് അവകാശികൾ അവരേ ഉള്ളൂ എന്ന് എന്നെ വിചാരിക്കും. കാരണം അവരാണ് യോഗ്യൻ. ഈ കാണുന്നതും അതിന് മാത്രം യോഗ്യതയുള്ള സ്ഥലങ്ങൾ. അള്ളാഹിനോട് ചോദിക്കും, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നീ പടച്ചത്? അള്ളാഹു അതിന്റെ മറുപടി പറയും, ഞാനൊരു പ്രവാചകന് വേണ്ടിയിട്ടല്ല പടച്ചത്. പിന്നെയോ ഒരു ഷഹീദിന് വേണ്ടിയിട്ടല്ല, ഒരു സിദ്ദീഖിന് വേണ്ടിയിട്ടുമല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ പടച്ചത്? ഞാനിത് പടച്ചത് ലിമൻ അഅ്താനി സമന. ആരിതിന്റെ വില എനിക്ക് തരുമോ അവന് കൊടുക്കും. ഇതിന്റെ പൈസ ഒരാൾ തരണം, ഇത് തരുന്നവന് ഞാൻ കൊടുക്കും. ഇവിടെയാണ് റബ്ബ്, ഇവിടെയാണ് സ്നേഹമുള്ള റബ്ബ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലാക്കുമാറാകട്ടെ. അവനെ സ്നേഹിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ സ്നേഹത്തിൽ ലയിച്ചു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉടനെ അള്ളാഹു തആല പറയും, ഇതിന്റെ വില ആര് തരോ അവർക്ക് നൽകും. ആഗ്രഹിച്ചുകൊണ്ട് പണം ഇല്ലാന്നറിയാം, എന്നാലും ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിനോട് പറയും. അവിടുത്തെ മുതൽ അമല് അതില്ല എന്നറിയാം, എന്നിട്ടും റബ്ബിനോട് ചോദിക്കും, ഇത്രയേറെ വർണ്ണാഭമായ വെണ്ണക്കൊട്ടാരത്തിനാരാ വില നൽകുക? ഇതിന് തരാൻ മാത്രം വില ആരെ കയ്യിലാ ഉള്ളത് പടച്ചവനെ? ഈ ആകർഷണീയമായ അലങ്കാരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട നിറയ്ക്കപ്പെട്ട ഈ വലിയ വലിയ നഗരങ്ങളുടെ വില ആരുടെ കയ്യിലാ ഉള്ളത് തമ്പുരാനെ? ആർക്കാണത് തരാൻ കഴിയുക? യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അടിമയോട് പറയുന്നു, അന്ത തംലികുഹു, ഇതിന്റെ വില നിന്റെ കയ്യിലുണ്ടടാ. ഇതിന്റെ വിലയുള്ളത് നബിയുടെ കയ്യിലല്ല, ഇതിന്റെ വിലയുള്ളത് സിദ്ദീഖിന്റെ കയ്യിലല്ല, ഇതിന്റെ വിലയുള്ളത് ഷഹീദിന്റെ കയ്യിലല്ല. ഇതിന്റെ വില നിന്റെ കയ്യിലുണ്ട്. ആ വില നീ തന്നാൽ ഈ തോട്ടവും ഈ നഗരങ്ങളും എല്ലാം നിനക്ക് ഞാൻ തരും. അത്ഭുതത്തോടുകൂടി വീണ്ടും അടിമ പറയുന്നു, അതിന്റെ വില എന്താണല്ലാ? അതിന് ഞാൻ തരേണ്ട വില എന്താണല്ലാ? എന്റെ കയ്യിലുണ്ടെങ്കിൽ ഏത് വിധേനയും അത് ഞാൻ തരും തമ്പുരാനെ. എന്നിട്ട് ഞാൻ ആ വെള്ള കൊട്ടാരങ്ങൾ സ്വന്തമാക്കും റഹ്മാനെ. എന്ന തരത്തിൽ ഈ അടിമ റബ്ബിനോട് പറയുമ്പോൾ, ഇവിടെയാണ് എന്റെ സഹോദര പടച്ച റബ്ബ്, ഇവിടെയാണ് എന്റെ ഉമ്മ പടച്ച അല്ലാഹ്, ഇവിടെയാണ് എന്റെ പെങ്ങളെ സ്നേഹനിധിയായ അല്ലാഹ്. ഇവനെ വഞ്ചിക്കണോ? ഇവനോട് നന്ദികേട് കാണിക്കണോ? ഇവനെതിരെ അതിക്രമം പ്രവർത്തിക്കണോ? ഇവന് ഇഷ്ടമില്ലാത്തത് ജീവിതമാക്കണോ? ഇന്നുവരെ ഒരു കുറ്റബോധത്തിന്റെ നെരിപ്പോട് പോലും മനസ്സിൽ വരാതെ ജീവിക്കുന്ന എന്റെ സഹോദരങ്ങളോട് എന്നോടടക്കം പറയാനുള്ളത്, ഈ സ്നേഹത്തെ അവഗണിക്കല്ല, ഈ സ്നേഹത്തെ മറന്നു പോകല്ല, ഈ സ്നേഹത്തെ വഞ്ചിക്കല്ല, ഈ സ്നേഹത്തെ ചൂഷണം ചെയ്യല്ല, ഈ സ്നേഹത്തെ അപമാനിക്കല്ല, ഈ സ്നേഹിതനെ കളിയാക്കല്ല. ഉടനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രണ്ടുപേരിൽ നിന്ന് ഈ പരാതിക്കാരനോട് പറയുന്നു, നിന്നെ വേദനിപ്പിച്ച ഈ ചങ്ങാതിക്ക് നീ പുറത്തു കൊടുക്കുമെങ്കിൽ, നിന്റെ ഈ സഹോദരനോട് നീ ഒന്ന് ക്ഷമിക്കുമെങ്കിൽ, അവന് മാപ്പ് കൊടുക്കുമെങ്കിൽ, അതിന് പകരം ഞാൻ നിനക്ക് ഈ നഗരവും തോട്ടവും നിനക്ക് തരാൻ തയ്യാറാണ്. ഇത് കേട്ടപാടെ വ്യഗ്രതയോടെ ഈ അടിമ റബ്ബിനോട് പറയുന്നു, ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തേ അല്ലാ, എന്റെ സഹോദരന് മാപ്പ് കൊടുത്തേ അല്ലാ. ഇനി എനിക്ക് ആ തോട്ടം തരുമോ? ഞാനാ നഗരത്തിലേക്കൊന്ന് കടന്നുകൊള്ളട്ടെ. അപ്പോഴും അല്ലാഹു ഇടപെട്ടുകൊണ്ട് പറയേ, തൊട്ടപ്പുറത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ആ അടിമയിലേക്കൊന്ന് നോക്കുന്ന ശ്രദ്ധിക്കുന്ന തരത്തിൽ അല്ല പറയേ, നിന്റെ ഈ പാവപ്പെട്ട ചങ്ങാതിയാകെ പരുവത്തിലാ, അയാളാകെ കഷ്ടത്തിലാ, എല്ലാ ബലുകളും നഷ്ടപ്പെട്ടുകൊണ്ടാകെ വേദനയിലാ പാവം. അതുകൊണ്ട് നിനക്ക് തരുന്ന ഈ വലിയ നഗരത്തിലേക്ക്, ഈ വെള്ളക്കൊട്ടാരത്തിലേക്ക് നിന്റെ ഈ പാവപ്പെട്ട സഹോദരന്റെ കൈകൂടി ഒന്ന് പിടിക്കടാ. എന്നിട്ട് അവനെയും കൂട്ടിയിട്ട് ആ സ്വർഗത്തിൽ നീ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് പോകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർദ്ദേശം നൽകുമെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. ഇതാണ് നബി തങ്ങൾ കരയാറുള്ള, ചിരിക്കാറുള്ള.
നബിയെ ചിരിപ്പിച്ചു. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹവും ഈ അടിമയോടുള്ള സ്നേഹവുമെങ്കിൽ ഇങ്ങനെ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന സ്നേഹം ആഖിറത്തിലും അനുഭവിക്കാൻ കഴിയും. ഈ സ്നേഹമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന് വേണ്ടി ജീവിക്കുക, അവനെ സ്നേഹിക്കുക എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ.